നമസ്കാരം. ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ഇന്ത്യ ലോകത്തിൽ നിന്നും സാങ്കേതിക വിദ്യ വാങ്ങുന്ന രാജ്യമായിരുന്നു. എന്നാൽ ഇന്നോ ഇന്ത്യ മിസൈലുകൾ കയറ്റുമതി ചെയ്യുന്നു. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സാങ്കേതിക വിദ്യയിൽ മറ്റൊരു രാജ്യം താൽപ്പര്യം കാണിക്കുന്നു. 1000 വർഷം പഴക്കമുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു. ഇത് വെറുമൊരു വിദേശ സന്ദർശനമല്ല, ഇന്ത്യയുടെ വളർന്നു വരുന്ന ആഗോള സ്വാധീനത്തിൻ്റെ കഥയാണ്. ഇന്തോനേഷ്യ എന്തുകൊണ്ടാണ് പ്രധാനമായത്? ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് രാഷ്ട്രമാണ്. 28 കോടിയിലധികമുള്ള ജനസംഖ്യ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം. അതേസമയം ഇന്ത്യയുമായി ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സാംസ്കാരിക ബന്ധവും ഇവർക്കുണ്ട്. അടുത്തത്, ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ വാർത്ത ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ ഇന്തോനേഷ്യ വാങ്ങാൻ തീരുമാനിച്ചതാണ്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിക്ക് വലിയൊരു നേട്ടമാണ്. കൂടാതെ ഇന്ത്യയും ഇന്തോനേഷ്യയും സമുദ്ര സുരക്ഷ, പ്രതിരോധം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ധാരണയായി. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യയുടെ സഹായത്തോടെ ഇന്തോനേഷ്യ സ്വന്തം ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാൻ സഹകരണം ആരംഭിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് സംവിധാനത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണമായി കാണപ്പെടുന്നു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം വെറും വ്യാപാരം മാത്രമല്ല. പ്രബനൻ ക്ഷേത്രം ഏകദേശം 1000 വർഷം പഴക്കമുള്ള ലോകപ്രശസ്തമായ ഹിന്ദു ക്ഷേത്രമാണ്. പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും അതോടൊപ്പം പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോയും ചേർന്ന് ക്ഷേത്രം സന്ദർശിക്കുകയുണ്ടായി. ഇന്ത്യ ഈ പൈതൃകത്തിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും മറ്റും സഹകരണം ആരംഭിച്ചു തുടങ്ങി. ഇരു രാജ്യങ്ങളുടെയും ചരിത്രപരമായ ബന്ധത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്. സന്ദർശനത്തിനിടെ പ്രസിഡന്റ് പ്രഭാവോ ഇന്ത്യയോടുള്ള തൻ്റെ സാംസ്കാരിക അടുപ്പത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചു. ഇന്ത്യൻ സംസ്കാരത്തോടുള്ള ആദരവും ഇന്ത്യയുമായിട്ടുള്ള ദീർഘകാല സൗഹൃദവും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദപരമായ ഇടപെടലുകൾ ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇതൊരു മിസൈൽ കരാർ മാത്രമല്ല. പ്രതിരോധ കയറ്റുമതി, സമുദ്ര സുരക്ഷ, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സഹകരണം, സാങ്കേതിക വിദ്യ, വ്യാപാരം, സാംസ്കാരിക ബന്ധം ഇവയെല്ലാം ചേർന്ന് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന് കൂടുതൽ ശക്തി നൽകും. ഒരു കാലത്ത് ഇന്ത്യ ലോകത്തിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമായിരുന്നു. ഇന്നോ ഇന്ത്യ ലോകത്തിന് പ്രതിരോധ സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ സംവിധാനവും നൽകുന്ന രാജ്യമായി മാറുകയാണ്. ഇത് ഇന്ത്യയുടെ വളർന്നു വരുന്ന ആഗോള സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. ബ്രഹ്മോസ്, EVM സഹകരണം, പ്രബനൻ ക്ഷേത്രം, ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം ഇനി വെറും നയതന്ത്രം മാത്രമല്ല, അത് ചരിത്രവും സാങ്കേതിക വിദ്യയും സുരക്ഷയും ചേർന്ന ഒരു പുതിയ അധ്യായമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളികളിൽ ഒന്നായി ഇന്തോനേഷ്യ മാറുമോ? കമൻറ്റിൽ അറിയിക്കൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.